എത്ര സമ്പന്നനായിരുന്നാലും, സാമ്പത്തികമായി മറ്റു പരാധീനതകളൊന്നുമില്ലാത്ത ആളായിരുന്നാലും, ആരോഗ്യം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും അയാൾ ജീവിതത്തിൽ ഒരു ക്രൈസിസും നേരിടുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരു പ്രശ്നവും നേരിടുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. മനുഷ്യന്റെ പ്രശ്നം ആരോഗ്യ പ്രശ്നം മാത്രമല്ലല്ലോ. ഒരു മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് അയാളുടെ സാമ്പത്തിക പ്രശ്നം മാത്രമല്ലല്ലോ. മറിച്ച് കുടുംബജീവിതത്തിനകത്ത്, വ്യക്തി ജീവിതത്തിനകത്ത് വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന, കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഡിപ്രഷൻ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിക്കകത്ത് ഡിപ്രഷൻ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മഹത്യ ഏറെ പെരുകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന ജില്ല നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരാണ് ഇവിടെ ഏറ്റവും നല്ല ഒരു ഇടപെടൽ നടത്താൻ ആർക്കാണ് സാധിക്കുക? ആരാണ് ഇടപെടുക? ആർക്കാണ് അതിന് കഴിയുക? ഒരു ജീവിതത്തിൽ ഈ ഡിപ്രഷനിലേക്ക് നയിക്കുന്ന, ആത്മഹത്യാ ചിന്തകൾ മനസ്സിൽ മുളക്കാൻ കാരണമാകുന്ന തെറ്റായ കാഴ്ചപ്പാടുകൾക്ക് ഒരു ചെറിയ ഡൈവേഴ്സൺ, ഒരു ചെറിയ തിരുത്തുണ്ടായാൽ ഒരുപക്ഷെ ഒരു മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ വിധിയിലെ വിശ്വാസത്തെക്കുറിച്ച്, അതൊക്കെ മനുഷ്യന് നൽകുന്ന വല്ലാത്തൊരാശ്വാസമുണ്ട്, വല്ലാത്തൊരു സമാധാനമുണ്ട്. അബദ്ധജടിലമായ ജീവിത കാഴ്ചപ്പാടുകളിൽ നിന്ന്, സമീപനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ അത്തരം കാര്യങ്ങളേറെ ഉപകാരപ്പെടും.